അജിംഷാദെ, ഇത് ഒരു CJP-യുടെ പിന്നിൽ അണിനിരന്ന കുട്ടികളുടെ സമരവിജയമായിട്ടല്ല കാണേണ്ടത്. മറിച്ച് അവർ നടത്തിയ ഈ 36-ാമത്തെ ദിവസം, 35 ദിവസം തുടർച്ചയായിട്ട് നടത്തിയ 36-ാമത്തെ ദിവസം അതിജീവിച്ച ഒരു പോരാട്ടത്തിന്റെ ഒരു ഘട്ടം എന്നുള്ള നിലയിലാണ് കാണാൻ കഴിയുന്നത്. ആ ഒരു ഘട്ടം എന്ന് പറയാൻ കാരണം, ഇത് എന്തുകൊണ്ടാണ് കുട്ടികളെ ഇങ്ങനെ അജിറ്റേറ്റഡ് ആക്കിയത് എന്നുള്ളത് വളരെ പ്രകടമാണ്. ഈ 22 ലക്ഷം പേരാണല്ലോ ഇത്തവണ പരീക്ഷ എഴുതിയത്. ഈ പരീക്ഷ എഴുതിയവരിൽ MBBS അഡ്മിഷൻ സ്ട്രൈറ്റ് കിട്ടുന്നത് 58,000 ഗവൺമെന്റ് സീറ്റുകളും എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലായി 52,000 സീറ്റുകളും ഉൾപ്പെടെ 2,10,000 സീറ്റാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലുള്ളത്. ഓർക്കണം, ഈ വർഷം ഇതുവരെ അതിന്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും തുടങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ എല്ലാ വർഷവും 1-ാം വർഷ MBBS പഠനം ആരംഭിക്കുന്നത് ഈ ജൂലൈ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ്. അപ്പൊ അതിന് തുടക്കം പോലും ആയിട്ടില്ല. പിന്നെ ബാക്കി ഞാനീ പറഞ്ഞ 1-10 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആയുഷ്, BDS-ഉം പിന്നെ ഇത് ആയുഷ് മേഖലയിലുള്ള ഹോമിയോ, യുനാനി അതുപോലുള്ള സംഗതികളുമാണ്. അതടക്കം വരുന്നത് 2 ലക്ഷം സീറ്റാണ് ടോട്ടൽ ഈ രംഗത്ത്, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ അത്രയും വാശിയാണ് കുട്ടികൾ വാശിയോടെ സമയം ചെലവിട്ട് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നാണ് ഈ പരീക്ഷ എഴുതുന്നത്. അതാണ് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, ഇത്ര അജിറ്റേറ്റഡ് ആക്കിയതും അതാണ്. അതിനെ സംബന്ധിച്ച് അഡ്രസ് ചെയ്യാൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി അത് അഡ്രസ് ചെയ്യപ്പെടുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ചൊവ്വാഴ്ചയാണല്ലോ അടുത്ത ഘട്ടം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യം മാത്രമേ ഇന്നും ഉണ്ടായിട്ടുള്ളൂ. ഇനി 1 കോടി രൂപ വീതം നഷ്ടപരിഹാരത്തിന്റെ പ്രശ്നം, കേസുകൾ പിൻവലിക്കുന്നതിന്റെ പ്രശ്നം, ഇതൊക്കെ ചൊവ്വാഴ്ച അതൊരു തീരുമാനമാക്കാമെന്നാണ് ഇന്ന് JP നഡ്ഡ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞേക്കുന്നത്. അതെന്താവും എന്നുള്ളത് ചൊവ്വാഴ്ച അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഘട്ടം അവര് കടന്നു പോന്നിട്ടുണ്ട്. ഇപ്പോ താങ്കൾ ചോദിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ കർഷക സമരം. ഇത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നേരിട്ട് ഇന്ത്യൻ ജനതയിലെ പല വിഭാഗങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതിൽ നേരിട്ട് അവരെ അഭിമുഖീകരിച്ച് ജയിക്കുന്ന ആദ്യത്തെ ജനവിഭാഗമല്ല യുവാക്കൾ, യുവതികൾ, വിദ്യാർത്ഥികൾ. ഇതിനു മുൻപ് വിജയിച്ച വിഭാഗമാണ് താങ്കൾ സൂചിപ്പിച്ച കർഷകർ. അവരുടെ സമരം ആകെ നടന്നത് 380 ദിവസമാണ് കർഷകർ 2021 കാലത്ത് സമരം ചെയ്തത്. 703 പേരാണ് ഇന്ത്യൻ കർഷകർ മരിച്ചു വീണത്. ഇവിടെ 22 കുട്ടികളാണ് മരിച്ചു വീണതെങ്കിൽ അന്ന് 703 പേരാണ് ഇന്ത്യൻ കർഷകർ മരിച്ചു വീണത്. പക്ഷെ അവർ വിജയിച്ചിട്ടേ മാറിയുള്ളൂ. അല്ലാതെ ഗോകുൽ ഇവിടെ എന്തെങ്കിലും പറയുന്ന പോലൊന്നും അല്ല. ഗോകുലെ വസ്തുതകൾ ഒന്ന് പഠിച്ചു നോക്കൂ എന്താണെന്നുള്ളത്. 2020-21 കാലത്ത് കർഷകർ ഉന്നയിച്ച സമരത്തിൽ അവരെങ്ങനെയാണ് പിൻവാങ്ങിയത്? നരേന്ദ്രമോദി 3 കരിനിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നു. എവിടെ? ഇന്ത്യൻ പാർലമെന്റിൽ. ഈ ചരിത്രമല്ലേ? ഈ ചരിത്രത്തെ നിങ്ങൾ ഒരു ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് നിഷേധിച്ചാൽ ഇല്ലാതാകുന്ന ചരിത്രം. നിങ്ങളുടെ അതേ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴും പ്രധാനമന്ത്രിയായി ഇന്ത്യ രാജ്യത്ത് ഇരിക്കുന്നത്. ആ മനുഷ്യനാണ് പാർലമെന്റിൽ പിൻവലിക്കേണ്ടി വന്നത് 3 കാർഷിക കരിനിയമങ്ങൾ. അത് കണ്ടതാണ് ഇന്ത്യ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സമരം വരുന്നത്. ഈ സമരത്തിൽ ഈ CJP-ക്കൊപ്പം ഉണ്ടായിരുന്നത് SFI-യും ASF-ഉം ഐസയുമായിരുന്നു. പിന്നെ അവർക്ക് പുറമെ ഉണ്ടായിരുന്നത് ട്രേഡ് യൂണിയൻ പ്രവർത്തകരും നേതാക്കന്മാരും. ഇപ്പോ MA ബേബി പോയിരുന്നു, വൃന്ദക്കാരായിട്ട് പോയിരുന്നു, ബിജു കൃഷ്ണൻ പോയിരുന്നു, അശോക് ധാവളെ പോയിരുന്നു, അങ്ങനെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് പോയിരുന്നു, നിരവധി ആൾക്കാർ. അപ്പോൾ അത്തരക്കാരോട്, ഈ കേന്ദ്ര ഭരണകൂട ഭീകരതയോട് നേരിട്ട് അഭിമുഖീകരിക്കുകയാണ് ഈ കുട്ടികൾ ചെയ്തത്. എങ്ങനെയാണ് ആ കുട്ടികൾ ചെയ്തത്? കുട്ടികളുടെ കുടുംബമാണ് അവർ ഒന്നിച്ചു നിന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കീഴടങ്ങലിന് തയ്യാറാവേണ്ടി വന്നത്? ഗോകുൽ പറയുന്നത് പോലെയല്ല വസ്തുതകൾ. ഇന്ത്യ മുഴുവൻ പടരുകയാണിത്. ഈ സമരം ഇന്നിപ്പോ രാവിലെ ഹിമാചൽ പ്രദേശിൽ ഐക്യദാർഢ്യ റാലി നടത്തിയല്ലോ. എന്തൊരു പടുകൂറ്റൻ റാലിയായിരുന്നുള്ള താങ്കൾ ഒന്ന് നോക്കൂ, സോഷ്യൽ മീഡിയ കയറി നോക്കൂ. അപ്പൊ അറിയാം എന്താണ് അതിന്റെ ശക്തി എന്നുള്ളത്. അങ്ങനെ ഇനിയിപ്പോ ഞായറാഴ്ച വെച്ചിരുന്നത് ജലന്ധറിൽ, UP-യിലെ ചില കേന്ദ്രങ്ങളിൽ. അങ്ങനെ ഇത് പടരാൻ തുടങ്ങുകയാണ്.
ഇത് മനസ്സിലാക്കി വ്യക്തമായിട്ടും കേന്ദ്ര ഭരണകക്ഷിയും അവരുടെ അംബ്രല ഓർഗനൈസേഷനായ RSSും അടക്കം അത് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വരേണ്ടി വന്നത്. നിവൃത്തിയില്ല, നിവൃത്തികെട്ട ഒരു രൂപത്തിലാണ് ഇപ്പൊ ഇതിലേക്ക് എത്തുന്നത്. മറ്റേത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ 380 ദിവസം സമരം ചെയ്യേണ്ടി വന്നെങ്കിൽ ഈ പറഞ്ഞ 703 പേർക്ക് ജീവൻ നൽകേണ്ടി വന്നെങ്കിൽ ഇപ്പോ ഇത്രയും ദിവസം കൊണ്ട് തന്നെ 22 പേരായി. ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നത്? തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധം രാജ്യവ്യാപകമാകുന്ന ഒരു വൻ പ്രക്ഷോഭത്തിലേക്ക് ഇത് മാറുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി നയിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം അവരുടെ പ്രധാനപ്പെട്ട RSS നേതാവായ അക്കാലം തുടക്കകാലത്ത് ബജറംഗ് നേതാവായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനെ ബലി കൊടുത്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു തടിതപ്പൽ രാഷ്ട്രീയം കാണിച്ചു വെച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച അറിയാം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഇന്നത്തെ ഇത് വെച്ചൊന്നും ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല ഇവരങ്ങനെ ചെയ്യും എന്നുള്ളത്. അത് പിന്നെ ഈ വിദ്യാർത്ഥി സംഘടനകൾക്കൊക്കെ താങ്കളുടേതല്ല കേട്ടോ, ഗോകുലിൻ്റെതല്ല, ഇവിടെ ആദർശ് ഇരിപ്പുണ്ടല്ലോ, അതടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്കൊക്കെ ഇതിന്റെ ചൊവ്വാഴ്ച ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് സംബന്ധിച്ചൊരു ധാരണയും ആലോചനയൊക്കെ അവർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും